പെട്രോളിൽ 20% എഥനോൾ ചേർത്താൽ എഞ്ചിനും ടാങ്കിനും കുഴപ്പമാണെന്ന ആശങ്ക തള്ളിമാറ്റി പെട്രോൾ അംശം വെറും 15% മാത്രമുള്ള ഫ്ലക്സ് ഫ്യൂവൽ വെഹിക്കിളിനെ കുറിച്ച് ചർച്ച സജീവം. എന്നുവെച്ചാൽ എഥനോൾ 85%. പശ്ചിമേഷ്യൻ യുദ്ധം മുൻനിർത്തി ഇന്ധന ഇറക്കുമതി കുറയ്ക്കണമെന്ന കാഴ്ചപ്പാടിന് മുൻതൂക്കം. ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളെ GST 18 നിന്ന് 5% മാത്രമാക്കി കുറച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന ആവശ്യം അടുത്ത GST കൗൺസിൽ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ട്. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ അടുത്ത വട്ട ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മധ്യസ്ഥ ഒരുക്കങ്ങളിൽ. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണ കാര്യത്തിൽ അമേരിക്കയും ഇറാനുമായുള്ള പോര് മുറുകിയതിനാൽ ഇത്തരമൊരു ചർച്ച തന്നെ നടക്കുമോ എന്ന ആശങ്ക ശക്തം. ആക്രി വിറ്റ വകയിൽ റെയിൽവേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയത് 6814 കോടി രൂപ. ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂമ്പാരമാകാതെ വിറ്റഴിക്കാൻ തീരുമാനിച്ചതോടെയാണ് ടിക്കറ്റ് ഇതര വരുമാനമായി ഇത്രയും തുക കിട്ടിയത്. ഓരോ വർഷവും ആക്രിയും വരുമാനവും കൂടുന്നതായി കണക്കുകൾ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്കിടയിൽ രണ്ടാം വട്ടവും വിലവർധന പ്രഖ്യാപിച്ച് ഏഷ്യൻ പെയിന്റ്സ്. 5% വരെയാണ് വിലവർധന. മെയ് 5 മുതൽ നടപ്പാക്കും. ഏപ്രിലിൽ നടപ്പാക്കിയ 8% വരെയുള്ള വർധനയ്ക്ക് പുറമെയാണ് ഇത്. സ്വർണത്തിന്റെ വിലക്കയറ്റമൊന്നും അക്ഷയ തൃതീയ വിൽപ്പനയെ ബാധിച്ചില്ല. ഇന്ത്യയിലാകെ 20 ടൺ വരെ സ്വർണം വിറ്റുപോയെന്ന് ജമ്മാൻ ജുവലറി കൗൺസിൽ ചെയർമാൻ രാജേഷ് റോഗ്തെ. വാർഷിക വർധന ശരാശരി 15%. കഴിഞ്ഞ വർഷം 1 ഗ്രാമിന് 9000 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ വില 15400. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.